ധർമ്മേന്ദ്ര പ്രധാൻ രാജി അംഗീകരിച്ചതോടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഭക്ഷ്യ ഉപഭോക്തൃ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് നൽകി. രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് പ്രധാന്റെ രാജി ബിജെപിക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്നത് വ്യക്തവുമാണ്. യുവാക്കളും ഇടത്തരക്കാരും ഇടഞ്ഞതാണ് മന്ത്രിയുടെ രാജിയുടെ അനിവാര്യതയിലേക്ക് ബിജെപി നേതൃത്വത്തെ നയിച്ചത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശം ബിജെപിക്കുണ്ടായ കേട് ചെറുതല്ല. 35 ദിവസം നീണ്ടുനിന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിൽ തകർന്നു വീണത് ബിജെപിയുടെ വോട്ട് ബാങ്കാണ്. ഈ കാണുന്നതെല്ലാം ബിജെപിയുടെ വോട്ട് ബാങ്കാണ്. ചെറുപ്പക്കാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, എന്തിന് ബിജെപിയുടെ ഹാർഡ് കോർ വോട്ട് ബേസ് എന്ന് പറയാവുന്ന ഇടത്തരക്കാർ വരെ ഈ സമരപ്പന്തലുകളിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ ഇരുത്തി ചിന്തിപ്പിക്കുന്നതിന് ബിജെപിയെ വഴിവെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞൊന്നുമില്ല എന്നുള്ള വിദ്യാർത്ഥികളുടെ ഉറച്ച നിലപാട് ബിജെപിയെ വെട്ടിലാക്കുക തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ മറ്റാവശ്യങ്ങളൊക്കെ പരിഗണിക്കാമെന്ന് പറയുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് സമയം തേടുകയായിരുന്നു ബിജെപി മന്ത്രിമാർ. ഉച്ചതിരിഞ്ഞ് 2:30 മണിയോടുകൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ സ്വയം രാജിവെച്ചൊഴിയുന്നത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ബേസ് തകരുന്നതിനപ്പുറം നരേന്ദ്രമോദി എന്ന ബിംബം കൂടിയാണ് ഉടഞ്ഞു വീഴുന്നത്. വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക്, ഇടത്തരക്കാർക്കൊക്കെ ഹരമാണ് മോദി എന്നായിരുന്നു ബിജെപി ഇതുവരെ കരുതിയത്. പക്ഷെ അതല്ല എന്ന സത്യാവസ്ഥ ഇപ്പോൾ ഇവിടെ ബോധ്യമാകുന്നു. മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒന്നിനും ഈ വിഷയം തീരില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് ബിജെപി എത്തി. RSSന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായി എന്ന സൂചനയുണ്ട്. NDAയിലെ ഘടകകക്ഷികളും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാകണം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള മന്ത്രാലയമാണ് വിദ്യാഭ്യാസം. ദേശീയ വിദ്യാഭ്യാസ നയമെന്ന അവരുടെ അജണ്ട നടപ്പാക്കാൻ അവർക്ക് വിശ്വാസമുള്ള ഒരാൾ തന്നെ വേണം. അതാര് എന്നുള്ളതാണ് ചോദ്യം. വലിയ ചർച്ചകൾ നടക്കുന്നു. ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് അധിക ചുമതല ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നിർണായകമായ വിദ്യാഭ്യാസ ബില്ല്, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ രോഷം ശമിപ്പിക്കാൻ മോദി തയ്യാറാക്കിയ ആ ഭേദഗതി ബില്ല്, എന്തിനു വേണ്ടിയാണ് ഈ ഭേദഗതി എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരും അവതരിപ്പിക്കുന്ന മന്ത്രിയും നിർബന്ധിതമാകും. കാരണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ചോദ്യപേപ്പർ ചോർച്ച എന്ന വാക്കില്ല. അതിനു പകരം പരീക്ഷാ ക്രമക്കേടുകൾ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ പറയാൻ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല. ആ സാഹചര്യത്തിൽ പാർലമെന്റ് ചേരുമ്പോൾ അത് പറയാൻ സർക്കാർ നിർബന്ധിതമാകും. ജന്തർ മന്ദിറിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ബസന്ത്, മാതൃഭൂമി ന്യൂസ്.